നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സന്തോഷത്തോടുകൂടി അഭി ജലജയോട് പറഞ്ഞു, അമ്മേ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ നമുക്കിനി നല്ല കാലം വരാൻ പോന്നേന്ന് പറഞ്ഞു. എടാ അത് സത്യമാണോന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മേ, ന്യൂസൊക്കെ വന്നു കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ കിടന്ന് എന്തൊക്കെ ജോലികളാമ്മ ചെയ്തത്. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അത് ശരിയാ, തൂക്കലും തുടയ്ക്കലും മുതല്. ഹോ എന്റെ ദൈവമേ. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാനാണെങ്കിലോ പൂജാമുറി തുടയ്ക്കുന്നു, വിളക്ക് തുടയ്ക്കുന്നു. അതിനൊക്കെ ആ കഷ്ടകാലത്തിലേക്ക് ഒരു അറുതി വരുവാൻ പോവാന്നാ തോന്നേ. അങ്ങനെ തന്നെ വേണം. ഒരു കാരണവശാലും ആ ഡീല് കിട്ടാൻ പാടില്ലായിരുന്നു. ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചാന്നറിയാവോ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതേടാ മോനെ, കുറച്ച് അഹങ്കരിച്ചല്ലേ ഈ വീട്ടിലുള്ളവരെ, ഇനിയിപ്പൊ കുറച്ച് കരയട്ടെ എന്ന് പറഞ്ഞു. അമ്മേ, എന്താണേലും ഒരു കാര്യം ഉറപ്പായി. എന്താ? ആദർശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എടാ, അതിന് ആദർശനെതിരെ നിന്റെ മുത്തശ്ശൻ എന്തേലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, ചെയ്യുമേ, എനിക്ക് ഉറപ്പുണ്ട്. ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന വല്യച്ഛനും അല്ലെങ്കിൽ ചെറിയച്ഛനും ഒക്കെ ചോദ്യം ചെയ്യില്ല. അതിനെ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. അവര് ചോദ്യം ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് പോലും സ്ഥാനമാനങ്ങൾ കൊടുക്കാതെയല്ലേ ആദർശന് കൊടുത്തത്. അല്ലെങ്കിലും മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ. മുത്തശ്ശൻ ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എടാ നിന്റെ മുത്തശ്ശന അറിയാലോ, ആദർശ് എന്ത് തെറ്റ് ചെയ്താലും നിന്റെ മുത്തശ്ശന് ഒരു പ്രശ്നവുമില്ല. ഇപ്പം മുത്തശ്ശന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ, അസുഖമൊക്കെ വന്ന് ഒന്നും മേലാതിരിക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്കുള്ളിൽ തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യത്തില്ലേമ്മേ. എനിക്ക് എന്തായാലും സന്തോഷമായി. ആദർശിനോട് നല്ല പണിയാ, അതുപോലെ തന്നെ ഈ കുടുംബത്തിനോട് നല്ല പണിയാ കിട്ടിയിരിക്കുന്നത്. ജലജ പറഞ്ഞു, ദൈവമായിട്ട് നമുക്കൊരു അവസരം കൊണ്ട് തന്നാടാ മോനെ. നമ്മുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ഇവിടെ എല്ലാരും കിടന്ന് കരയുന്നത് നമുക്കിനി കാണാം. എല്ലാരും തകർന്ന് തരിപ്പണമായി പോവും ഉടനെ തന്നെ. സന്തോഷമൊക്കെ കെട്ടടങ്ങാനായിട്ട് പോകുമല്ലേ എന്നും പറഞ്ഞ് സന്തോഷിച്ചും കൂടി ജലജ പോയി. പിന്നീട് ജലജ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. മോളെ, അറിഞ്ഞോ നീ ആ ഡീല് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. സത്യമാണോ അമ്മയെ പറയണേ? അതെ, ഇപ്പൊ ഞാൻ അറിഞ്ഞോളൂ. അല്ല, ആരാ അമ്മയോട് പറഞ്ഞത്? എന്നോട് പറഞ്ഞത് അബിയ പറഞ്ഞ. അബിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ജ്വല്ലറിയുടെ MD ഡേവിഡ് സാറാണ് പോലും. 5 വർഷത്തെ ഡീല് കൊണ്ടുപോയത് ജ്വല്ലറിയാണ്. അത് കേട്ടപ്പം നബി പറഞ്ഞു, അല്ല ഡേവിഡ് സാർ അങ്ങനെ കള്ളത്തരമൊന്നും പറയത്തില്ല. ഡേവിഡ് സാർ പറഞ്ഞത് സത്യമായിരിക്കും. അത് ശരിയാ മോളെ, സത്യം തന്നെയാ. ന്യൂസൊക്കെ വന്നിട്ടുണ്ട്, ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. മൂസ്തി ജ്വല്ലറിയുടെ ഷെയർ ഇടിഞ്ഞു താണെന്ന്. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ കുറെ കാത്തിരുന്നല്ലേ. അതേ അമ്മേ, അത് ശരിയാ. അല്ല, ഈ പറയുന്ന മുത്തശ്ശന് ആദർശിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നല്ലോ. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതൊക്കെ പണ്ട്, ഇനിയിപ്പൊ കണ്ടു കളി മാറുന്നത്. മുത്തശ്ശൻ തന്നെ ആദർശിയുടെ നല്ല പണി കൊടുക്കുമെന്ന് പറയാണ്. നബി പറഞ്ഞു, അല്ല അങ്ങനെ പണി കൊടുക്കുമേ. ആദർശ് വല്യവനാന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ. പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ കമ്പനിയുടെ MD സ്ഥാനത്ത് പോലും ഇരുത്താൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ. മൂർത്തി ജ്വല്ലറി തന്നെ തകർന്നുകൊണ്ടിരിക്കുമല്ലേ. അമ്മേ, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ കുറെ ആഗ്രഹിച്ചിരുന്നല്ലേ. ഇവിടെ എല്ലാരും വലിയ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതിനൊന്നും ഒരു പ്രയോജനം ഇല്ലാതായി മോളെ. അതൊക്കെ വെറുതെയായി. അല്ല, ഈ വീട്ടിലുള്ളവരൊന്നും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നായനെയൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നേ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ. മോളെ, നമ്മളായിട്ട് ആരോടും ഇപ്പൊ ഇത് പറയണ്ട. അവരൊക്കെ അറിയുമ്പോ അറിഞ്ഞോട്ടെ. പക്ഷേങ്കില് എനിക്ക് അവളെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് സന്തോഷത്തോടുകൂടി ചെല്ലുവാണ്. പിന്നീട് നവ്യയുടെയും ദേവേന്റെ അടുത്തേക്ക്, അല്ല നയനയുടെയും ദേവേന്റെ അടുത്തേക്ക് നവ്യ വരുവാണ്. ആ സമയത്ത് ആകപ്പാടെ വിഷമിച്ച് ആദർശ വരുന്നതും കാത്തിരിക്കുവാണ്. നയനയും ദേവേനും കൂടെ നോക്കിയിരുന്നു ഇപ്പൊ വന്ന് സന്തോഷ വാർത്ത പറയും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് നബി അങ്ങോട്ട് വരുന്നേ. നബി വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, അല്ല നയനെ, എന്തെങ്കിലും വിവരം അറിഞ്ഞോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ലേന്ന് ചോദിച്ചു. എന്നാലും കിട്ടുമായിരിക്കില്ലേ, ഇത്ര വലിയ പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തിയതല്ലേ വീട്ടിലും ക്ഷേത്രത്തിലൊക്കെ ആയിട്ട് മുത്തശ്ശന്. അപ്പോ ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടുമായിരിക്കുമല്ലേ. അപ്പോഴേക്കും ദേവേന് ചോദിച്ചു, അല്ല ഈ ഡീല് കിട്ടില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ലേ നീ, പിന്നെ നീ എന്താ ഇപ്പൊ ഇങ്ങനെ വന്ന് പറയണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി പറഞ്ഞു, അമ്മായി ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കോ? ഈ ഡീൽ നമ്മുടെ കുടുംബത്തിന് കിട്ടണ്ടേ. പിന്നെ ആണോന്നോ? എന്നിട്ടാണ് നീ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നല്ലേ, ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട്. നിന്റെ മനസ്സിലൊന്നും ഇപ്പൊ നീ പറയുന്ന വേറൊന്നോന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ,
ഈ ഡീല് കിട്ടുക തന്നെ ചെയ്യും. മുത്തശ്ശൻ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാ എനിക്ക് പറയാനുള്ളത്. മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഡീല് കിട്ടും. പിന്നെ ഇനിയിപ്പൊ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പൊ ആദർശിന്റെ പിടിപ്പുകൾ കൊണ്ട് തന്നെയായിരിക്കും കിട്ടാതെ പോകുന്നത്. കഴിവുകേടുണ്ടാന്നേ പറയാൻ പറ്റുള്ളൂ. അതും പറഞ്ഞ് നവ്യ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോ ദേവേന്ദ്രൻ ഇവിടെ ഞാൻ വേണ്ടമ്മേ ഒന്നും പറയാനൊന്നും പോണ്ട, എന്ത് വേണേലും പറയട്ടെ. ഇനി ആദർശേട്ടൻ വിളിച്ചാലേ ഒരു സമാധാനമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഡീല് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയണം. ആകെപ്പാടെ ടെൻഷനാണല്ലോ എന്ന് നയന ദേവേനോട് പറയുകയും ചെയ്തു. പിന്നീട് സന്തോഷത്തോടെ ജലജ അടുക്കള ജോലി ചെയ്യുകയാണ്. അങ്ങനെ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. തന്നെയൊക്കെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുത്തിയതിനുള്ള പ്രതിഫലമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ഡീലും നഷ്ടപ്പെട്ടു. ഓരോ ഡീലും നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോണം മൂർത്തി ജ്വല്ലറി. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കനകയുടെ വരക. കനക വന്നിട്ട് പറഞ്ഞു, എന്താടി നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? അതെ, നേരെ ചൊവ്വ ഈ വീട്ടിൽ നിൽക്കുവാണ് നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ കാര്യം തീർന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നായനമോളുടെ അമ്മായിയമ്മ ഞാനും കൂടി നിന്നെ ഇവിടുന്ന് പറത്തു എന്ന് പറയണ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതിന് ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ കനകെ. നീ ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തേലും ചെയ്യണം നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും, നല്ലതാ. അപ്പോഴേക്കും കനക പറഞ്ഞു, ഈ വീട്ടിലെ ജോലികൾ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഞാനും എൻ്റെ മോനും ഈ വീണ്ടും ഏതെങ്കിലും മൂലയ്ക്ക് കിടന്നുറങ്ങുന്നേ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കാൻ വരുന്നതെന്നൊക്കെ വളരെ താഴ്മയായിട്ട് പറയണം. എടി, നീയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ട് നിസ്സാര കാര്യമല്ലെന്നൊക്കെ നന്നായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നിന്റെ മകൻ ചെയ്ത തെറ്റ് ഇപ്പോഴും ആദാശ് ഏറ്റെടുത്തിരിക്കുന്നേ. അതെങ്ങാനും നവ്യമോൾ അറിയുവാണെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുമെന്നറിയാലോ. നീയും നിന്റെ മോനും കൂടി ഏൻ ജ്വല്ലറി പരസ്യത്തിന് വേണ്ടിയിട്ട് അവളെ ഉന്തി തള്ളി വിട്ടാന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. അവളങ്ങനെ പോകുന്ന സമയത്ത് നിനക്ക് വേണേ തടയായിരുന്നു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ഒരിക്കലും അനുസരിക്കാനൊന്നും പോകുന്നില്ല. അതേടി, ഇനി അത് പറഞ്ഞാ മതി. നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നവ്യ മോളെ എങ്ങനെയാലും ചൂടി പിടിപ്പിക്കാം, അതല്ലേ നിന്റെയൊക്കെ ലക്ഷ്യം. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്തേലും തരികട പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നന്ദുവിന്റെ സ്വഭാവം അറിയാലോ. അബിയെ ഒരിക്കല് ജയിലിൽ കൊണ്ടേ നന്നായിട്ട് ഇടിച്ച് ഇഞ്ച പരുവാക്കിയതാ. ഇനി അതുപോലെ തന്നെ അവള് കൊണ്ടേ ഇടിക്കും. പിന്നെ ഇപ്പം നവ്യമോളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് അവളുടെ ഭർത്താവിനെ നന്ദു കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചു. അതൊക്കെയാണ് പ്രശ്നങ്ങള്. പക്ഷേങ്കിൽ അതിന്റെ കാരണം എന്താന്ന് നവ്യക്ക് അറിയത്തില്ല. അതെങ്ങാനും അറിയുന്ന നിമിഷം ഉണ്ടല്ലോ, പിന്നെ നീയും നിന്റെ മോനും ഈ വീട്ടിൽ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്തിനാ കരയുക നീ ഇങ്ങനെയൊക്കെ പറയണേ? അത് ഞങ്ങളിപ്പോ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. ഒരു തെറ്റും ചെയ്യുന്നില്ല, അതിപ്പോഴ്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നീ ചെയ്തോ ഈ കുടുംബത്തോട്? നീ കള്ളത്തരല്ലേ കാണിച്ചെന്ന് ചോദിച്ചു. കനക്ക് പറഞ്ഞു, അതെ ഞാൻ കള്ളത്തര കാണിച്ചേ. അന്നൊക്കെ എനിക്ക് അഹങ്കാരമായിരുന്നു. വലിയ തറവാട്ടിലേക്ക് എന്റെ പെൺമക്കളെ കെട്ടിച്ചു വിടണമെന്ന്. പക്ഷേ ഇപ്പോഴെനിക്ക് അഹങ്കാരമൊക്കെ പോയി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടല്ലേ എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ എന്നിട്ട് നീ മാറാൻ തയ്യാറായില്ലല്ലോ ജലജെ. ഇത്രയൊക്കെ കിട്ടിയിട്ട് നീ നിന്റെ മോനൊന്നും പഠിച്ചില്ലല്ലോ. പിന്നെ പോരാത്തേന് ഇപ്പൊ ഒരുത്തിയും കൂടെ വന്നിട്ടുണ്ട്. അവൾക്കിപ്പോ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇനി ഇപ്പൊ അവളെ നീ നിന്റെ കൂട്ടത്തിലെങ്ങാനും ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അവൾക്കും കിട്ടാൻ പോകുന്ന ദുരന്തം തന്നെയായിരിക്കും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുവാണെങ്കിൽ കൊള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പം നിന്റെ ഇഷ്ടം എന്താന്ന് ചെയ്തോ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായിട്ട് ഇരുന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതും പറഞ്ഞിട്ട് കനക അങ്ങോട്ടേക്ക് പോയി. ജലജയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കനകയുടെ അഹങ്കാരം അധികം വൈകാതെ തീരുമെന്നൊക്കെ ജലജ മനസ്സിൽ പറഞ്ഞു. ഇതേ സമയത്ത് മൂർത്തി മുത്തശ്ശൻ ഫോണിനകത്ത് വന്നൊരു വാർത്തയൊക്കെ കാണുവാണ്. ഏൻ ജ്വല്ലറിയുടെ ഉയർച്ചയെ പറ്റി. അത് മാത്രമല്ല, അവർ 5 വർഷം അമേരിക്കൻ കമ്പനിക്കാരുമായിട്ട് ഡീൽ ചെയ്തതിനെ കുറിച്ചൊക്കെ. അപ്പൊ അവരുടെ ഷെയർ മാർക്കറ്റിംഗ് അതൊക്കെ ഉയർന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശന് ഭയങ്കര വിഷമമായി. കാരണം ഡീല് കിട്ടിയില്ലല്ലോ. ആ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങള്? ആദർശം വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്നൊക്കെ ചോദിക്കുക. മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല. എന്താ ഇദ്ദേഹം മിണ്ടാത്തെ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താ ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കുക. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല മുത്തശ്ശന്. മുത്തശ്ശിക്ക് ഭയങ്കര വിഷമായി. കാരണം മുത്തശ്ശൻ ഇങ്ങനെ തകർന്നിരിക്കുന്ന ചുരുക്കമാ. പക്ഷെ മുത്തശ്ശൻ ഇപ്പൊ സംസാരിക്കുന്ന പോലുമില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് മുത്തശ്ശൻ ഇരിക്കണേ എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലായി. അതേ സമയത്ത് നന്ദു ഡ്യൂട്ടിയിലാണ്. അപ്പോഴാണ് അനിയുടെ കോള് വരുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അനി പറഞ്ഞു, നന്ദു ആ ഡീല് നഷ്ടപ്പെട്ടെന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു ചോദിച്ചു, ഡീല് നഷ്ടപ്പെട്ടോ?
അത് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ വേണ്ടതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. അത് ശരിയാ. പക്ഷേ എങ്കിൽ ആ ഡീല് കിട്ടിയില്ല എന്ന് പറയാണ്. ഏൻ ജ്വല്ലറിക്കാർക്ക് ആ ഡീല് കിട്ടിയത്. ഇപ്പൊ തന്നെ മൂർത്തി ജ്വല്ലറി ഷെയറൊക്കെ 10% ഇടിഞ്ഞെന്ന് പറയാണ്. ഇനിയിപ്പോ എങ്ങനെയാന്ന് അറിയത്തില്ല. അല്ല, ഇത് മുത്തശ്ശൻ അറിഞ്ഞോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ലടി. ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. ഇനിയിപ്പോ ആദർശേട്ടൻ വന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. ഇനി എന്താ എങ്ങനെയാന്നും അറിയത്തില്ല. അല്ല, മുത്തശ്ശൻ ഇനിയിപ്പോ ആദർശനെതിരെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുവോ? പറയാൻ പറ്റില്ല, മുത്തശ്ശന്റെ സ്വഭാവം ആയതുകൊണ്ട്. മുത്തശ്ശൻ ചിലപ്പോ അങ്ങനെയൊക്കെ എടുത്തെന്നിരിക്കും. എപ്പോഴും മുത്തശ്ശൻ ബിസിനസ്സും കുടുംബവും രണ്ടും രണ്ടായിട്ട് കാണുന്ന ആളാ. എനിക്ക് നല്ല പേടിയുണ്ട് നന്ദു. ആകെപ്പാടെ വല്ലാത്തൊരു വിഷമ. ഇനി എന്തായി തീരും നോക്കി ഓർത്തിട്ട്. എടാ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഏ, ഞാൻ നിന്നെ വിളിക്കാട്ടോ, സമയം കിട്ടുമ്പോൾ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കോള് കട്ട് ചെയ്തു. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തില്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഗോവിന്ദൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണ്. ഡീല് കിട്ടിയല്ലോ ഒന്നും അറിയത്തില്ല. അപ്പോഴേക്കും കനക അങ്ങോട്ട് വരുന്നേ. കനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ചോദിച്ചു, നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോന്ന് ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പം അവിടെ നിൽക്കേണ്ട എല്ലാം തോന്നിന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, ഡീലിന്റെ കാര്യം എങ്ങനെയാ, അത് കിട്ടിയോന്നൊക്കെ അറിയാവോ? ഏയ്, അത് കിട്ടാതെ എവിടെ പോകാനാ ഗോവിന്ദേട്ടാ? അതറിയാൻ ഞാൻ നിന്നില്ല. ഗോവിന്ദേട്ടൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ, നന്ദോട്ടനും പോയില്ലേ, അപ്പൊ പിന്നെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുമോ? അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അതോടെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് പോന്നാ പോരായിരുന്നോ? അതറിയാലോ ഗോവിന്ദേട്ടാ, ഇവിടെ വന്നിട്ടാണെങ്കിലും അറിയാലോ. പിന്നെ ഉണ്ടല്ലോ, ആ ജലജയ്ക്കിട്ടും അപ്പിക്കിട്ട് നല്ല ഇടിവെട്ട് പണിയാ ഞാൻ കൊടുത്തിട്ട് പോന്നിരിക്കുന്നത്. അല്ലെങ്കിലും അവിടെ ഇപ്പൊ അവരെ ആർക്കും ഒരു മൈൻഡില്ല. അവര് ശരിക്കും അടുക്കളപ്പണി ചെയ്ത് ജോലിക്കാരെ പോലെ അവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അത് നല്ല കാര്യമാ, എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ അമ്മയും മോനും. അതുപോലത്തെ സ്വഭാവം ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് നന്ദു വീട്ടിലേക്ക് വരുന്നത്. നന്ദു അങ്ങനെ കയറി വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്താ മോളേന്ന് ചോദിച്ചു. ഈ ഡീല് കിട്ടിയില്ല എന്ന് പറയാണ്. കിട്ടിയില്ലേ? അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മൂർത്തി സാർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ. പിന്നെ ഇത് എന്തുകൊണ്ടാ കിട്ടായിരുന്നേ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല അച്ഛാ. പക്ഷേങ്കില് കിട്ടിയില്ലെന്ന് അറിയാൻ കഴിഞ്ഞ് ഏൻ ജ്വല്ലറിക്കാർക്കാണ് ഡീല് കിട്ടിയെന്ന് പോലും. ദൈവമേ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്താ ഏതാന്നും അറിയത്തില്ല. അല്ല, നയനമോൾ ഇതും അറിയോ മറ്റോ ചെയ്തോ? അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല അമ്മേ. നയനേച്ചി അറിഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. നയനേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടതല്ലേ? അറിഞ്ഞു കാണത്തില്ലായിരിക്കും. അപ്പോഴേക്കും കനക പറഞ്ഞു, ഞാൻ നയനമോളെ ഒന്ന് വിളിക്കട്ടെ ഗോവിന്ദേട്ടാ? വേണ്ട, ഇനിയിപ്പോ നീ വിളിച്ചു കഴിയുമ്പോ അവൾക്ക് വിഷമമായാലോ, അവൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലോ. പാപം, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് അവൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തെ. അപ്പോഴേക്കും കനക പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മുത്തശ്ശന്റെ കാര്യം ഓർത്തിട്ടാ. മുത്തശ്ശന് ഇത് എങ്ങനെ സഹിക്കുമെന്ന് അറിയത്തില്ല. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അറിയത്തില്ല. അതും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കയറിപ്പോയി. ഇതേ സമയത്ത് ദേവേനിക്കും നയനിക്കും നല്ല ടെൻഷനാ. ആദർശിതരായിട്ട് വന്നിട്ടുമില്ല, വിളിച്ചിട്ടുള്ള കോൾ എടുത്തിട്ടുമില്ല. അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മുത്തശ്ശനാണെങ്കിൽ 1-2 മണിക്കൂറായിട്ട് ആരോടും ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല. ആകെപ്പാടെ ടെൻഷനില്ല. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ എന്ന് രണ്ടുപേരും ഇങ്ങനെ ആശ്വസിക്കുകയാണ്. അപ്പോഴാണ് ജയനും അജയനും അങ്ങോട്ട് വരുന്നത്. ഇതേ മോളെ, ജയേട്ടനോ അജയനൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ചോദിച്ചു, എന്തായി ജയേട്ട കാര്യങ്ങളൊക്കെ? ഡീല് കിട്ടിയാ നമുക്ക്? അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലോ. ആദർശനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത് മാത്രമല്ല, അച്ഛനാണെങ്കിലോ 1-2 മണിക്കൂറായിട്ട് ആരോടും ഒന്നും മിണ്ടുന്നുമില്ല. നയനമോളെ എന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. എന്താ കാര്യം അറിയത്തു പോലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, ദേവേനി ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നമോ ജയേട്ടാ? അത് പിന്നെ ഈ ഡീല് നമുക്ക് കിട്ടിയില്ല എന്ന് പറയണം. അത് കേട്ടതും വിശ്വസിക്കാനാവാതെ രണ്ടുപേരും കൂടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.